അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാൻ നാം വിചാരിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും സ്പീഡിൽ വേഗത്തിൽ പൂർത്തിയായി കിട്ടാൻ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അദ്കാറുകളുടെ കിതാബ് തുറന്നു നോക്കിയാൽ, ദിക്റുകളെ മാത്രം പറയുന്ന കിതാബുകൾ തുറന്നു നോക്കിയാൽ ഒരുപാട് ദിക്റുകൾ കാണാൻ സാധിക്കും. എന്ന ആവശ്യത്തിന് വേണ്ടി ചൊല്ലേണ്ട ദിക്ർ, ടെൻഷൻ മാറാൻ ചൊല്ലേണ്ട ദിക്ർ, മുറാദ് ഹാസിലാകാൻ ചൊല്ലേണ്ട ദിക്ർ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലേണ്ട ദിക്ർ, ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ ചൊല്ലേണ്ട ദിക്ർ, ഇങ്ങനെ ഒരുപാട് അദ്കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏത് ദിക്ർ ചൊല്ലണം എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകും. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്റിന്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. മഹാനായ അബീ ഹുമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലക്കൻ മൂക്കിനം ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ. യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലുന്നവരുടെ അടുത്ത് പ്രത്യേകമായ മലക്കുണ്ട്, ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഫമൻ ഖാലഹാ സലാസൻ, ഒരാൾ 3 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ, ഇന്ന ഖാലൽ മലക്, അവന്റെ അടുത്തുള്ള മലക്ക് പറയും, ഇന്ന അർഹമർ റഹീമീൻ ഖദ് അഖ്ബൽ അലൈക ഫസൽ, നീ പറഞ്ഞ അർഹമർ റഹീമീൻ എന്ന ദിക്ർ, ആ കലിമത്ത് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. എന്താണോ അല്ലാഹുവിനോട് നിനക്ക് ചോദിക്കാനുള്ളത്, എന്താണോ നിന്റെ ആവശ്യം, അത് നീ ചോദിക്ക, അല്ലാഹു പെട്ടെന്ന് നിനക്ക് നൽകുമെന്ന് കൂടെയുള്ള മലക്ക് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മലക്കൻ യുഖാലു ലഹു ഇസ്മാഈൽ സാകിനുൻ ഫി ദുനിയ, ദുനിയാവിൽ താമസിക്കുന്ന ഒരു മലക്കാണ് ഇസ്മാഈൽ. ആ മലക്ക് ഫഇദാ ഖാല അൽ അബ്ദു യാ അർഹമർ റഹീമീൻ സബ്അ മർറാത്ത്, ഒരു അടിമ, ഒരു മനുഷ്യൻ 7 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ, ഖാല ലഹു ഇസ്മാഈൽ, ഇസ്മാഈൽ എന്ന മലക്ക് പറയും, ഖദ് സമിഅ അർഹമർ റഹീമീൻ സൗതുക വസൽ ഹാജതുക, നിന്റെ ഖൗൽ, നിന്റെ ദിക്ർ അല്ലാഹു കേട്ടിട്ടുണ്ട്, നീ ചോദിക്കുക, നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുക. ഈ ദിക്റിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാനായ സയ്യിദുൽ ബഖരി തങ്ങൾ തന്റെ കിതാബായ ഇആനത്തുൽ താലിബീൻ എന്ന കിതാബിൽ യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം, വയാ അർഹമർ റഹീമീൻ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയിൽപ്പെട്ട ഒരു ദിക്റാണ്. വമൻ തആ ബിഹി അൽഫ മറ ഫീ ജൗഫിൽ ലൈൽ, ഒരാൾ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് 1000 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ, ഒരു ഉദ്ദേശം പൂർത്തിയാകാൻ, ഒരു മുറാദ് ഹാസിലാകാൻ, ഒരു വിഷമം മാറാൻ നല്ല നിയ്യത്താക്കി ചൊല്ലിയാൽ, അത് എന്ത് ആവശ്യമാകട്ടെ, ഖൈറായ എന്തും ആവശ്യമാകട്ടെ, കാനത്ത് മിനൽ ഹാജാത്ത് ദുന്യവിയ്യ വൽ ഉഖ്റവിയ്യ, അത് ദുനിയാവിലെ ആവശ്യമാകട്ടെ, ആഖിറത്തിലെ പരലോകത്തെ പാരിത്രിക ലോകത്തെ ആവശ്യമാകട്ടെ, അല്ലാഹു ഹാജത്തു, പെട്ടെന്ന് അല്ലാഹുവിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും. ഇത്രയും മഹത്തായ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു ദിക്റാണ് യാ അർഹമർ റഹീമീൻ. നല്ലൊരു ദിക്റാണ്. അപ്പൊ ഈ ദിക്ർ നാം പതിവാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും മുറാദ് പെട്ടെന്ന് ഹാസിലാകാൻ മനസ്സിലുണ്ടെങ്കിൽ, ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ജൗഫുൽ ലൈൽ, എല്ലാവരും കിടന്നുറങ്ങുന്ന, കൂർക്ക വലിച്ച് ഉറങ്ങുന്ന സമയത്ത് 1000 വട്ടം ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.